ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തി വമ്പൻ വിജയമായ ഒപ്പം എന്ന ചിത്രം ഇതാ ഹിന്ദിയിൽ എത്താൻ പോവുകയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ആ ഒരു ചിത്രത്തിൻ്റെ പേര് ഹൈവാൻ എന്നുള്ളതാണ്. പ്രിയദർശൻ തന്നെ പറയുന്നു, ഈ ഒരു സിനിമ അതേപടി പകർത്തി വെക്കുന്ന സിനിമയായിരിക്കില്ല, കൃത്യമായ മാറ്റങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ പോകുന്നത്. അതെ, പ്രിയദർശൻ ഹിന്ദിയിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ റേഞ്ചിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മലയാളത്തിലെ ഹിറ്റ് സിനിമകൾ തന്നെ അവിടെ കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ ഹിറ്റാക്കുന്ന സംവിധായകനാണ് പ്രിയദർശൻ. ഇതിനകത്തിൽ എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, മോഹൻലാൽ ഹിന്ദിയിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം എന്ന ചിത്രത്തിൽ പ്രിയദർശൻ്റെ ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ പ്രധാനമായിട്ടുള്ള ഒരു വേഷത്തിൽ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ക്യാമിയോ റോൾ എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരു പക്ഷേ നായകനായി മാറാനും ചാൻസ് ഏറെയാണ്. പക്ഷേ ഹിന്ദി മേഖലയാണ്, നമുക്കറിയാം. ഹിന്ദിയിൽ അവരുടെ നായകന്മാരെ വെക്കുന്നതിൻ്റെ അത്ര ഗംഭീരം വേറെ ഒരു നായകന്മാർ വന്നാൽ എത്തില്ല എന്നറിയാം. ഇവിടെ നമുക്കും അറിയാവുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ അഭിനയിക്കുന്നതിൻ്റെ അത്രയും നമുക്ക് ഷാരൂഖ് ഖാൻ വന്നാൽ പോലും തൃപ്തിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു മികച്ച രീതിയിലേക്കുള്ള ഒരു സിനിമയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതോടെ തന്നെ മോഹൻലാൽ സുപ്രധാനമായ ഒരു കഥാപാത്രവുമായി ക്യാമിയോ റോളിലെത്തുമ്പോൾ വീണ്ടും മലയാളത്തിന് അഭിമാന മുഹൂർത്തമായി മാറുമെന്നുള്ളതാണ്. ഹൈവാൻ എന്നുള്ള ഈ ഒരു ചിത്രം പ്രിയദർശൻ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മറ്റ് ഗംഭീരമായിട്ട്, അതായത് ഇതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. 30/8/2025 സിനിമയുടെ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂജ സ്റ്റാർട്ട് ചെയ്തു എന്നല്ല, പൂജ തുടങ്ങാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു പടമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മലയാളത്തിൽ നിന്ന് പോയി വമ്പൻ വിജയമാകുന്ന ഒരു ചിത്രമാകട്ടെ. ലാൽ സലാം.